ഇനി കോവയ്ക്ക നമ്മുടെ വീട്ടിൽ അധികം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മൂത്ത കോവയ്ക്ക ഉണ്ടെങ്കിലോ വെറുതെ കളയണ്ട. അത് നമുക്ക് വറ്റലുണ്ടാക്കി സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള വട്ടത്തിലോ നീളത്തിലോ അരിയാവുന്നതാണ്. ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളവും ഉപ്പും കൂടി ഇട്ട് അതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഒത്തിരി വെന്ത് പോവല്ലേ. എന്നിട്ട് നമുക്കൊരു കോട്ടൻ്റെ തുണിയിലോ പ്ലേറ്റിലോ ഒക്കെ വെച്ച് നമുക്ക് ഉണക്കി നല്ലതായിട്ട് ഉണക്കി നമുക്കൊരു ടിന്നിലിട്ട് വെച്ചാൽ നമുക്ക് മഴ സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഇന്നലെ ഉണ്ടാക്കിയ മാങ്ങാത്തരയാണ്. പിന്നെ കുറച്ച് നെല്ലിക്ക കിട്ടി, അത് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു. അതിനുശേഷം അത് ഒരു കുപ്പിക്കകത്തോട്ട് ഇട്ട് കൊടുത്തു. അതിൻ്റെ അകത്തോട്ട് കാന്താരി ഇട്ട് കൊടുത്തു. ഉപ്പുപൊടിയോ ഉപ്പുകല്ലോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉപ്പുപൊടിയായിരുന്നു ഉണ്ടായിരുന്നത്, അത് ഇട്ട് കൊടുത്തു. ഇനി തിളപ്പിച്ചാറിച്ച വെള്ളം, സാധാ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കൽ, അതും കൂടെ ഒഴിച്ച് നെല്ലിക്കയുടെ മേളിൽ നിൽക്കത്തക്ക വിധം നിറയ്ക്കണം. എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് സ്വല്പം വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കാമെങ്കിൽ ഉപ്പിലിട്ട നെല്ലിക്ക റെഡിയാകും. ഇനി സ്കൂളൊക്കെ തുറക്കുമല്ലേ, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാകും.